മൂത്രത്തിലെ ധാതുക്കളും ലവണങ്ങളും ചേർന്ന കട്ടിയുള്ള വസ്തുക്കളാണ് വൃക്കയിലെ കല്ലുകൾ. അവ വൃക്കയ്ക്കുള്ളിലാണ് രൂപം കൊള്ളുന്നത്. ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ വൃക്കയിലെ കല്ലുകളെ റീനൽ കാൽക്കുലി, നെഫ്രോലിത്തിയാസിസ് അല്ലെങ്കിൽ യൂറോത്തിലിയാസിസ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കാം. വൃക്കയിലെ കല്ലുകൾക്ക് വിവിധ കാരണങ്ങളുണ്ട്. ഭക്ഷണക്രമം, അധികഭാരം, ചില ആരോഗ്യസ്ഥിതികൾ, ചില സപ്ലിമെന്റുകളും മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നു. മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതോ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതോ ആയ ഏതൊരു അവയവത്തെയും വൃക്ക മുതൽ മൂത്രസഞ്ചി വരെ വൃക്കയിലെ കല്ലുകൾ ബാധിക്കും. പലപ്പോഴും മൂത്രത്തിൽ വെള്ളം കുറവായിരിക്കുമ്പോഴാണ് കല്ലുകൾ ഉണ്ടാകുന്നത്. ഇത് ധാതുക്കൾ പരലുകൾ രൂപപ്പെടുത്താനും ഒരുമിച്ച് പറ്റി നിൽക്കാനും അനുവദിക്കുന്നു. ഇതെല്ലാമാണ് നമുക്ക് ഇത്രയും നാളും അറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ ഇവയെല്ലാം പൊളിച്ചെഴുതുന്നതാണ് NIH കീഴിൽ നടന്ന പുതിയ പഠനം. ശരീരത്തിലെ രാസപ്രക്രിയകളുടെയും ഭൗതിക മാറ്റങ്ങളുടെയും ഫലമായി നിർജീവമായ പരലുകൾ ഒന്നിച്ചു ചേർന്നതാണ് വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയും ഫ്ലൂറസെൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വൃക്കയിലെ കല്ലുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ കല്ലുകൾക്കുള്ളിൽ ജീവനുള്ള ബാക്ടീരിയകളും അവയുടെ ബയോഫിലിമുകളും സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതായി ഗവേഷകർ പറയുന്നു. വൃക്കയിലെ കല്ലുകൾ അഥവാ കിഡ്നി സ്റ്റോൺ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന വളരെ വേദനയേറിയ ഒരു അവസ്ഥയാണ്. ജീവിതത്തിൽ 11 പേരിൽ ഒരാൾക്ക് മാത്രം ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഇതിൽ തന്നെ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളാണ്. ശരീരത്തിലെ രാസപ്രക്രിയകളുടെയും ഭൗതിക മാറ്റങ്ങളുടെയും ഫലമായി നിർജീവമായ പരലുകൾ ഒന്നിച്ചു ചേർന്നാണ് ഇത്തരം കല്ലുകൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ ശാസ്ത്രത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്ന പുതിയൊരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാലിഫോർണിയ സർവകലാശാലയിലെ വിദഗ്ധരായ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക വിവരം ലഭ്യമായത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയും ഫ്ലൂറസെൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വൃക്കയിലെ കല്ലുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഗവേഷകർ കണ്ടത് അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ്. നിർജീവമെന്ന് നാം കരുതിയ കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകൾക്കുള്ളിൽ ജീവനുള്ള ബാക്ടീരിയകളും അവയുടെ ബയോഫിലിമുകളും സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നതാണത്. കേവലം രാസവസ്തുക്കളുടെ ഒരു ശേഖരം മാത്രമല്ല ഈ കല്ലുകൾ, മറിച്ച് ബാക്ടീരിയകളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് എന്ന് ഈ പഠനം തെളിയിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് തികച്ചും വിസ്മയകരമാണ്. മൂത്രത്തിലെ കാൽഷ്യം നിറഞ്ഞ അന്തരീക്ഷം ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാനും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ബാക്ടീരിയകൾ തങ്ങളുടെ സ്വന്തം DNA പുറത്തേക്ക് സ്രവിക്കുന്നു. ഈ എക്സ്ട്രാ സെല്ലുലാർ DNA ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുകയും മൂത്രത്തിലുള്ള കാൽഷ്യത്തെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. DNA ചുറ്റും അടിഞ്ഞുകൂടുന്ന കാൽഷ്യം പിന്നീട് പരലുകളായി മാറുകയും ക്രമേണ വലിയ കല്ലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതായത് ബാക്ടീരിയകൾ തങ്ങളുടെ സ്വന്തം DNA ഉപയോഗിച്ച് കാൽഷ്യം കോട്ടകൾ പണിയുകയാണ് ചെയ്യുന്നത്. ഈ പുതിയ അറിവ് വൃക്കരോഗ ചികിത്സാ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. നിരന്തരമായി ഉണ്ടാകുന്ന മൂത്രനാളിയിലെ അണുബാധകളും വൃക്കയിലെ കല്ലുകളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ ഈ കണ്ടെത്തലിന് സാധിക്കും. കല്ലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ബാക്ടീരിയകളെയും അവയുടെ ബയോഫിലിമുകളെയും ലക്ഷ്യം വെച്ചുള്ള പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുക്കാൻ ഇത് സഹായിക്കും. ഭാവിയിൽ ശസ്ത്രക്രിയകളില്ലാതെ തന്നെ മരുന്നുകളെ ഈ ബാക്ടീരിയകളെ നശിപ്പിച്ച് കല്ലുകൾ രൂപപ്പെടുന്നത് തടയാൻ സാധിച്ചേക്കാം.